നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സിനിമയിലൂടെയല്ല, രസകരമായ അഭിമുഖങ്ങളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയെല്ലാം പ്രസംഗങ്ങളിലൂടെയും ആരാധകരെ സമ്പാദിച്ച കലാകാരനാണ് ധ്യാൻ ശ്രീനിവാസൻ. 2025 അവസാനിച്ച് മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം സമ്മാനിച്ചുകൊണ്ടായിരുന്നു. നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെയായിരുന്ന ശ്രീനിവാസൻ ഡിസംബർ 20 വിട പറഞ്ഞു പോവുകയായിരുന്നു. ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകളിൽ നിറകണ്ണുകളോടെ ഇരുന്ന മക്കളായ മിനി ശ്രീനിവാസനെയും ധ്യാൻ ശ്രീനിവാസനെയും നമ്മളെല്ലാവരും മറന്നിട്ടില്ല. മലയാളത്തിലെ പ്രമുഖരായ താരങ്ങളെല്ലാം ശ്രീനിവാസന് അന്ത്യോപചാരം അർപ്പിക്കുവാനായി എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ആരും തന്നെ വീട്ടിലേക്ക് കാണാൻ വരികയോ ഉണ്ടായില്ലെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. ഒരാളൊഴികെ നായകനായി എത്തുന്ന പുതിയ ചിത്രം വിസിറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് സംസാരിക്കുകയായിരുന്നു ധ്യാൻ. ശ്രീനിവാസന്റെ മരണശേഷം ഇടയ്ക്കിടെ വിളിച്ച് ഓക്കെ അല്ലേ എന്ന് തിരക്കുന്ന ഒരേ ഒരാൾ ദിലീപ് ആണെന്നാണ് ധ്യാൻ പറയുന്നത്. ദിലീപിനെ മുന്നിലിരുത്തിക്കൊണ്ടായിരുന്നു ധ്യാനിന്റെ വാക്കുകൾ. അച്ഛൻ പോയതിനു ശേഷം പലരും വിളിക്കാറുണ്ട്, കാണണമെന്ന് പറയാറുമുണ്ട്. പക്ഷേ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടന്റെ ഒരു ഫോൺ വിളിയുണ്ടാകും. എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അച്ഛന്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ കാണാൻ വരികയോ ഉണ്ടായിട്ടില്ല. എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്ന് അന്വേഷിക്കുന്ന ഒരാളാണ്. 2 ആഴ്ച മുൻപ് എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അമ്മയെ ഒന്ന് കാണണമെന്ന്. കാവ്യയും കൂട്ടിയാണ് ഞാൻ വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അച്ഛൻ പോയതിനു ശേഷം അമ്മയെ കാണാൻ അദ്ദേഹം വരാനിരുന്നതാണ്. ഞാൻ കാരണമാണ് അത് അന്ന് മുടങ്ങിയത്. ഇപ്പോഴും ആ കരുതലും സ്നേഹവുമുണ്ട്. അത് എപ്പോഴും ഉണ്ടാകണേ എന്നുമാണ് കരുതുന്നത്. വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് നന്ദിയെന്നും ഞാൻ പറഞ്ഞിരുന്നു. വിസിറ്റർ പ്രധാന വേഷം ചെയ്യുന്ന നവ്യ നായരെ കുറിച്ച് ധ്യാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങുന്നത് തന്നെ നവ്യയുമായുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ടായിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിക്കുവാൻ പ്രായമുള്ള മകനായി. എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി ഉടുത്ത് മുൻനിരയിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വിജയ് തമിഴ്നാട്ടിൽ CM ആയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്ന അടുത്ത 15 വർഷത്തിനകം തന്നെ CM ആകുമെന്ന്. ആ തീരുമാനം എടുത്തിരിക്കെയാണ് അജു വിളിച്ചിട്ട് പറയുന്നത്, നീ ആദ്യം CM ആവേണ്ട, അതിനു മുൻപേയുള്ള ബേബി സ്റ്റെപ്പ് എന്ന രീതിയിൽ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ, ആൾക്കാരെ പറ്റിക്കുവാനും കണ്ണിൽ പൊടിയിടുവാനും ചാരിറ്റി എല്ലാം ചെയ്യണമെന്നും പറഞ്ഞു തന്നു. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ദിലീപേട്ടനല്ല, അജു വർഗീസാണ്. മാത്രമല്ല അമ്മ പ്രസിഡന്റ് ആകാൻ ഞാൻ സന്നദ്ധ അറിയിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിരുന്നു. എന്നാൽ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ പോവുകയാണെന്ന് കേട്ടല്ലോ, പക്ഷേ അത് ഒരിക്കലും പാടില്ല. അച്ഛൻ ഒരിക്കലും ആവാതിരുന്നതിന്റെ കാരണം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അച്ഛനെ പോലുള്ള ആൾക്കാർക്ക് ആ സ്ഥാനം വഹിക്കാൻ പറ്റില്ല എന്നതായിരുന്നു. കാരണം ചില കാര്യങ്ങൾക്ക് നേരെ കണ്ണടക്കേണ്ടി വരുമെന്നുമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്.